തേനീച്ച കൂട്ടുകാരെ. ഇത് നമ്മുടെ റാഷ്മോനാണ്. ഓൻ എല്ലാ കാര്യത്തിലും ആൾ പെർഫെക്റ്റ് ആണ്. എക്സാമിൻ്റെ കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ പെർഫെക്റ്റ് മച്ചാനാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചൂടാവും എന്തെങ്കിലുമൊക്കെ കാരണം ക്ലാസ്സിലെ ലീഡറാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ ഞാനും ഉണ്ടാവും കേട്ടോ, എന്നെയും കാണിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കിട്ടിയതാണൊക്കെ ആൾ പാവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഒരു 2 മാസത്തോളമായിട്ട് നമ്മൾ തേനീച്ചക്കോളിനൊക്കെ പിന്നെ കാട് പിടിച്ചെടുക്കാനും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി അടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിരുന്നു. അപ്പോൾ സൂപ്പറൊക്കെ നമ്മൾ ഇറക്കി വെച്ചു. ഇതിലിപ്പോൾ മേലൊരു സൂപ്പർ ഉണ്ട്, ആ സൂപ്പർ ഇറക്കി വെച്ചു. എന്നിട്ട് ഒരു സൂപ്പറിലേക്ക് ഒതുക്കി നമ്മൾ പ്ലാസ്റ്റിക് കെട്ടി നല്ല വൃത്തിക്ക് കെട്ടി വെക്കണത്. ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ തേനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേൻ കഴിഞ്ഞാലും നമ്മൾ തേനീച്ചക്കൂട് ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട പരിചരണവും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടുനോക്കി, നിറയെ തേനീച്ചക്കൂടിൻ്റെ മുകളിൽ വരെ പുല്ലെത്തിയിട്ടുണ്ട്. ഇതാണ്ടില്ലേ, ഇത് സുജൂതിലെത്തിക്കണം സാധനം. അപ്പോൾ ഫുള്ളും പുല്ലൊക്കെ ആയിട്ട് അങ്ങനെ പ്ലാസ്റ്റിക് കഴിച്ച് തേനീച്ചക്കൂടൊക്കെ ഒക്കെ തുറന്നു നോക്കുമ്പോൾ അതാ വേറൊരു ആശാന് എന്തോ കൂറിയ പറ്റും എന്താണ്. അപ്പോൾ ഇതൊക്കെ മാറ്റണം. എനിക്ക് തേനീച്ചക്കൂട് പറന്നങ്ങ് പോവും, നമ്മളെ പൈസയും പോവും, സമയവും പോവും. അപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അവിടെ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ നോക്കുമ്പം അവിടെ കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷേ പുറകോട്ട് നോക്കിയപ്പോൾ ആ മൂടും പോയി. കാരണം മൊത്തം അതാ വള്ളി പടവലം മാതിരി മുകളിൽ കയറിയിരിക്കണം തേനീച്ചക്കൂടിൻ്റെ മുകളിൽ. എൻ്റെ ഡൗട്ട് ഇതിൽ തേനീച്ച ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതാണ്. 3 സൂപ്പർ ഏറെ കൂടെ ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ ഈച്ചയൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഈച്ചയുണ്ട്. കാട് കയറിയെങ്കിലും ഈച്ച പറന്നൊന്നും പോയിക്കില്ല. ഇതിന് മുമ്പേ ഇതിൻ്റെ അടയൊക്കെ ഒഴിവാക്കിയതാണ്. നോക്കുമ്പോൾ അതിലും ഈച്ചയുണ്ട്. അപ്പോൾ ഈച്ചകളൊക്കെ നല്ല സജീവമായിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ്റെ സീസൺ കഴിഞ്ഞു. അപ്പോൾ ഇനി തേനില്ല. ഇനിയിപ്പോൾ എന്താക്കും, ഇനി അടുത്ത കൊല്ലം വരെ എങ്ങനെ കാത്തിക്കുക, ഒരു പരിഹാരമില്ല. ഹണിക്കൊമ്പ് കഴിക്കണമെങ്കിൽ അടുത്ത കൊല്ലം വരെ വെയിറ്റ് ചെയ്യണം. അതന്നെ അർത്ഥം. കണ്ടില്ലേ ഈച്ച ഉണ്ടില്ലേ, ഫുള്ള് പുല്ലാണെങ്കിലും ഈച്ചയൊക്കെ ഉണ്ട്, സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം ഇപ്പോൾ 1-2 ആഴ്ചയും കൂടി കഴിഞ്ഞാലേ മഴ ശക്തമായിട്ട് വരുള്ളൂങ്കിൽ കൂടിയും നമ്മളിപ്പം തന്നെ ഇതിന് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇതാ എൻ്റെ അവസ്ഥ ആലോചിച്ചോക്ക്. ഇത് കണ്ടിട്ട് എനിക്കാക്കെ സങ്കടവും വരുന്നുണ്ട്, ഒരു കൗതുകം തോന്നുന്നുണ്ട്. നോക്കാം അതിലാണ് തിങ്ങി നിറഞ്ഞ് ഈച്ചു. എന്താ ചെയ്യാം.